നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം സ്കന്ധം 1 അധ്യായം 20 ഇപ്പോൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ചിത്രാംഗദൻ്റെയും വിചിത്രവീര്യൻ്റെയൊക്കെ കഥയായിരുന്നു. ഭീഷ്മർ സ്വയം രാജാവാകാതെ സത്യവതി പുത്രനായ ചിത്രാംഗദനെ രാജാവായി അഭിഷേകം ചെയ്തു. അദ്ദേഹം ഒരിക്കൽ വേട്ടയാടാനായി വനപ്രദേശങ്ങളിൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗന്ധർവനാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ ചിത്രാംഗദൻ കൊല്ലപ്പെട്ട ശേഷം സത്യവതി പുത്രനായ വിചിത്രവീര്യനെ രാജാവായി വാഴിച്ചു. അപ്പോൾ സത്യവതിക്ക് വളരെ സന്തോഷമായി. ഇപ്പോഴും ഭീഷ്മർ സ്വയം രാജാവാകാതെ തൻ്റെ പുത്രനെയാണ് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സത്യവതി സന്തോഷിച്ചു. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. അധ്യായം 20 28 ശ്ലോകം. യൗവനം പരമം പ്രാപ്തഃ സത്യവത്യാസുതശുഭഃ ചകാര ചിന്താം ഭീഷ്മോപി വിവാഹാർത്ഥം കനീയസഃ. സത്യവതിയുടെ ഉത്തമനായ പുത്രന് യൗവനം തികഞ്ഞു. ഭീഷ്മരും തൻ്റെ അനുജൻ്റെ വിവാഹത്തിനു വേണ്ടി ആലോചന തുടങ്ങി. ശ്ലോകം 29. കാശിരാജസുതാസ്ത്രിസ്രാ സർവലക്ഷണസംയുതാഃ തേന രാജ്ഞാ വിവാഹാർത്ഥം സ്ഥാപിതാച്ഛ സ്വയംവരേ. സർവലക്ഷണങ്ങളും തികഞ്ഞ 3 പുത്രിമാരുണ്ടായിരുന്നു കാശിരാജാവിന്. അദ്ദേഹം അവരുടെ വിവാഹത്തിനു വേണ്ടി സ്വയംവരവും നിശ്ചയിച്ചിരുന്നു. ശ്ലോകം 30. രാജാനൗ രാജപുത്രച്ഛാ സമാഹൂത സഹസ്രശഃ ഇച്ഛാ സ്വയംവരാർത്ഥം വൈ പൂജ്യമാനാ സമാഗതാഃ. ആയിരക്കണക്കിന് രാജാക്കന്മാരെയും രാജപുത്രന്മാരെയും ക്ഷണിച്ചിരുന്നു. ഇച്ഛാ സ്വയംവരത്തിനു വേണ്ടി വന്നവരെല്ലാം സംപൂജ്യരായി. ശ്ലോകം 31. തത്ര ഭീഷ്മോ മഹാതേജസ്താജഹാരബലേന വൈ നിർമധ്യ രാജകം സർവം രഥനൈകേന വീര്യവാൻ. മഹാതേജസ്വിയും പരാക്രമശാലിയുമായ ഭീഷ്മർ ഒരു ഒറ്റ രഥത്തോടെ ചെന്ന് സകല രാജാക്കന്മാരെയും പരാജയപ്പെടുത്തി 3 കന്യകകളെയും ബലാൽ അപഹരിച്ചു. ശ്ലോകം 32. സജിത്വാ പാർത്ഥിവാൻ സർവാൻ താംശാദായ മഹാരഥഃ ബാഹുവീര്യേണ തേജസ്വി ഹാസ്യസാദ ഗജാഹ്വയം. മഹാരഥനും തേജസ്വിയുമായ അദ്ദേഹം സകല രാജാക്കന്മാരെയും കയ്യൂക്കുകൊണ്ട് ജയിച്ച് ആ കന്യകമാരെയും കൊണ്ട് ഹസ്തിനാപുരത്തിലെത്തി. ശ്ലോകം 33. മാതുർവത് ഭഗിനീവച്ച പുത്രീവച്ചിന്തയൻ കില ത്രിസ സമാനയാമാസ കന്യകാവാമലോചന. മാതാവിനെപ്പോലെയും സഹോദരിയെപ്പോലെയും മകളെപ്പോലെയും കരുതിയാണ് സുന്ദരിമാരായ 3 കന്യകമാരെയും അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നത്. ശ്ലോകം 34. സത്യവത്യൈ നിവേദ്യാശു ദ്വിജാനാഹൂയ സത്വരഃ ദൈവജ്ഞാൻ വേദവിദുഷ പര്യപൃച്ഛുഭം ദിനം. സത്യവതിയെ വിവരമറിയിച്ചിട്ട് വേഗം ദൈവജ്ഞന്മാരും വേദജ്ഞന്മാരുമായ ബ്രാഹ്മണരെ വിളിച്ച് ശുഭമായ ദിവസം ചോദിച്ചു. ശ്ലോകം 35.
കൃത്വാ വിവാഹസംഭാരം തഥാ വൈ ഭ്രാതരം നിജം വിചിത്രവീര്യം ധർമ്മിഷ്ടം വിവാഹയതിതായതാ. ധർമ്മിഷ്ഠനും തൻ്റെ അനുജനുമായ വിചിത്രവീര്യനെ കൊണ്ട് അവരെ വിവാഹം ചെയ്യിക്കുവാൻ വേണ്ട ഒരുക്കങ്ങൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കെ പിന്നെന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ശ്ലോകം 36. തഥാ ജ്യേഷ്ഠ്യാപ്യുവാചേദം കന്യകാ ജാഹ്നവീസുതം ലജ്ഞാമാനാസിതാപാംഗി തൃസൃണാം ചാരുലോചനാം. അങ്ങനെ വിവാഹം ചെയ്യിക്കുവാൻ വേണ്ട ഒരുക്കങ്ങൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കെ ആ മൂവരിൽ മൂത്തവളും നീലക്കണ്ണും കടമിഴിയും കൊണ്ട് അതിസുന്ദരിയുമായ കന്യക ഗാംഗേയനോട് ലജ്ജാവിവശായി ഇപ്രകാരം പറഞ്ഞു. ശ്ലോകം 37. ഗംഗാപുത്ര കുരുശ്രേഷ്ഠ ധർമ്മജ്ഞ കുലദീപക മയാ സ്വയംവരേശല്ലോ ഹൃതോസ്തി മനസാ നൃപഃ. കുരുശ്രേഷ്ഠനും ധർമ്മജ്ഞനും കുലദീപവുമായ ഗംഗാപുത്ര, സ്വയംവരത്തിൽ ശാല്വരാജാവിനെ ഞാൻ മനസ്സ വരിച്ചിരിക്കുകയാണ്. ശ്ലോകം 38. വൃത്രാഹം തേന രാജ്ഞാ വൈ ചിത്തേ പ്രേമസമാകുലേ യഥായോഗ്യം കുരുഷ്വദ്യ കുലസ്വാസ്യ പരന്തപ. പ്രേമപൂർണമായ മനസ്സോടെ ആ രാജാവ് എന്നെയും വരിച്ചിട്ടുണ്ട്. അതിനാൽ ഹേ പരന്തപ, ഈ കുലത്തിൻ്റെ യോഗ്യതയനുസരിച്ച് ഇപ്പോൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്താലും. ശ്ലോകം 39. തേനാഹം വൃതപൂർവാസ്മി ത്വം ച ധർമ്മഭൃതാം വരഃ ബലവാനസി ഗാംഗേയ യഥേച്ഛസി തഥാ കുരു. മുമ്പേ വരിക്കപ്പെട്ടവളാണ് ഞാൻ, ധർമ്മജ്ഞരിൽ ശ്രേഷ്ഠനാണ് അങ്ങ്. ഹേ ഗാംഗേയ, അങ്ങ് ബലവാനുമാണ്, അങ്ങയ്ക്ക് ഇഷ്ടം പോലെ ചെയ്യാം. 39 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് അധ്യായം 20. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.